ഇന്നത്തെ യാത്ര ശ്രീനാരായണ ഗുരു ജനിച്ചു വളർന്ന ചെമ്പഴന്തിയിലെ ഗുരുകുലത്തിലേക്കാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തിയിലെ ഗുരുകുലത്തിലേക്ക് എത്തിച്ചേരാം. ശ്രീകാര്യം പോത്തങ്കോട് റൂട്ടിൽ ചെമ്പഴന്തിയിലാണ് ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത്. ഗുരുകുലത്തിന്റെ പ്രധാന കവാടം കടന്ന് മുന്നിലേക്ക് കടന്നാൽ വലതുവശത്തായി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. പാതയുടെ വലതുവശത്തായി ഇൻഫർമേഷൻ സെന്ററും വഴിപാട് കൗണ്ടറും കാണാം. വഴിപാട് കൗണ്ടറിന്റെ വശത്തായി വർഷങ്ങൾ പഴക്കം ചെന്ന ഒരു മുത്തശ്ശി പ്ലാവ് കാണാം. ദൂരെ നിന്ന് നോക്കിയാൽ ഏതൊരുവിധ കേടുപാടുകൾ ഇല്ലെന്ന് തോന്നും. എന്നാൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രായാധിക്യം കൊണ്ട് പ്ലാവിന്റെ ഉൾവശം മുഴുവനും ദ്രവിച്ചു പോയിരിക്കുന്നു. ഒരു അത്ഭുതം എന്ന പോലെ ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇലയും കായ്ഫലവുമായി നിൽക്കാൻ കഴിയുമെന്ന് മുത്തശ്ശി പ്ലാവ് തെളിയിക്കുന്നു. മുത്തശ്ശി പ്ലാവിന്റെ ഇടതുവശത്തായി കൊടിമരത്തോടു കൂടിയുള്ള ഗുരുദേവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കാണാം. ഉപദേവനായി ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് മുൻവശത്തായി വിശാലമായ ഓഡിറ്റോറിയത്തിന്റെ സൈഡിലായി ഒരു ബുക്ക് സ്റ്റോളും കാണാം. ക്ഷേത്രമുറ്റത്തെ മരങ്ങളിൽ ഗുരുദേവന്റെ വാക്കുകൾ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നതും കാണാം. കേരളത്തിലെ ഒരു തത്വചിന്തകനും സന്യാസിയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ ഗുരുദേവൻ പോരാടി കേരള സമൂഹമാകെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കുവഹിച്ചു. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു ഗുരുദേവൻ. വിവേകം താനേ വരില്ല, ധാരാളം വായിക്കണമെന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുന്നു. വിശാലമായി കല്ലുപാകിയ മുറ്റത്തു നിന്നും പ്രധാന വഴിയിലൂടെ താഴേക്കിറങ്ങിയ ഇരുവശങ്ങളിലും മനോഹരമായി നട്ടുവളർത്തിയ പൂന്തോട്ടങ്ങളും മരങ്ങളും കടന്ന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ പഴമ കൈവിടാതെ ശ്രീനാരായണ ഗുരുദേവൻ പിറന്ന വയൽവാരം വീട് കാണാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടിനെ അതുപോലെ നിലനിർത്തിയിരിക്കുന്നു. ഈ അടുത്ത കാലത്തായി വീടിന്റെ കേടുപാടുകൾ തീർത്ത് പുതിയ ഒരു മേൽക്കൂര തീർത്തിരിക്കുന്നതും കാണാം. വയൽവാരം വീട്ടിനകത്ത് ഗുരുദേവന്റെ വെങ്കല പ്രതിമ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ വിശ്വാസികൾക്ക് ധ്യാനത്തിലിരിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സൗകര്യമുണ്ട്. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന്റെ ഇടതുവശത്തായി ഗുരുദേവൻ റിക്ഷയിലിരിക്കുന്ന വെങ്കല ശില്പവും വലതുവശത്തായി ഗുരുദേവൻ രചിച്ച കൃതിയായ ദൈവദശകം ഒരു ഫലകത്തിൽ കൊത്തിവച്ചിരിക്കുന്നതും കാണാം. കൂടാതെ തൊട്ടടുത്തായി ചെറിയൊരു ക്ഷേത്രവും. ശബ്ദകോലാഹലങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നുമൊക്കെ മാറി നിശബ്ദമായ അന്തരീക്ഷത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഇനി ഗുരുദേവന്റെ ജീവിതകഥ ചുരുക്കത്തിൽ നോക്കാം. കൊല്ലവർഷം 1032 ചിങ്ങമാസം 5 ചതയ നക്ഷത്രത്തിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ശ്രീനാരായണ ഗുരു ജനിച്ചു. ക്രിസ്തുവർഷം പറഞ്ഞാൽ 1858 ഓഗസ്റ്റ് മാസം 20-ാം തീയതി. ഗുരുദേവന് ദേവിയമ്മ, കൊച്ചു, മാത എന്നീ പേരുകളോടുകൂടിയ 3 സഹോദരിമാർ ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ അച്ഛൻ കൊച്ചുവിളയിൽ മാടനാശാൻ സംസ്കൃത അധ്യാപകനായിരുന്നു. കൂടാതെ ജ്യോതിഷത്തിലും ആയുർവേദത്തിലും ഹിന്ദു പുരാണങ്ങളിലും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. ഗുരുദേവനെ കുട്ടിക്കാലത്ത് നാണു എന്നാണ് വിളിച്ചിരുന്നത്. ഗുരുദേവന്റെ അമ്മാവനായ കൃഷ്ണൻ വൈദ്യർ അറിയപ്പെടുന്ന ഒരു ആയുർവേദ വൈദ്യനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു. ഗുരുദേവൻ ജനിച്ചത് വയൽവാരം വീട്ടിലാണെങ്കിലും മാതൃകുടുംബം മണക്കൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള ഇലഞ്ഞിക്കൽ വീടാണ്. ഗുരുദേവന്റെ കൗമാരകാലം പഠനത്തിലും അച്ഛനെയും അമ്മാവനെയും സഹായിച്ചും അടുത്തുള്ള മണക്കൽ ക്ഷേത്രത്തിൽ ആരാധനയിൽ മുഴുകിയും കഴിഞ്ഞു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വേണ്ടി രാമായണം വായിക്കുക ഗുരുദേവന്റെ പ്രിയമുള്ള കാര്യമായിരുന്നു. കാർഷിക വൃത്തിയിലും തൽപരനായിരുന്നു ഗുരുദേവൻ. ഗുരുദേവന്റെ 15-ാമത്തെ വയസ്സിൽ അമ്മ മരണപ്പെട്ടു. പഠനകാലത്ത് ഗുരുദേവൻ തമിഴ്, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിൽ പാണ്ഡിത്യം നേടി. തുടർന്ന് കായംകുളത്തെ പണ്ഡിതനായ കുമ്മമ്പള്ളി രാമപിള്ളയുടെ അടുത്ത് ഉപരിപഠനം നടത്തി. ഉപരിപഠനത്തിന് ശേഷം ചെമ്പഴന്തിയിൽ മടങ്ങിയെത്തിയ ഗുരുദേവൻ അവിടെ കുടിപ്പള്ളിക്കൂടം കെട്ടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഒഴിവു സമയങ്ങളിൽ ഗുരുദേവൻ സമീപ പ്രദേശങ്ങളിൽ കാൽനടയായി യാത്ര ചെയ്ത് പ്രസംഗിച്ചും തന്റെ കവിതകൾ ചൊല്ലിയും ജനങ്ങളിൽ തത്വചിന്തയും സമഭാവനയും വളർത്താൻ ശ്രമിച്ചു. യൗവന കാലഘട്ടത്തിൽ ഗുരുദേവന് സഹോദരിമാരുടെ നിർബന്ധപ്രകാരം വിവാഹം കഴിക്കേണ്ടി വന്നു. അധികം താമസിയാതെ തന്നെ ആ ബന്ധം വേർപിരിയേണ്ടിയും വന്നു. 1883 ചെമ്പഴന്തിക്ക് തൊട്ടടുത്തുള്ള അണിയൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലെ ആൽമര ചുവട്ടിൽ വെച്ച് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും കൂടിക്കാഴ്ച നടത്തി. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ തൈക്കാട് അയ്യാവെന്ന യോഗിയെ ഗുരുദേവന് പരിചയപ്പെടുത്തി. യോഗിയിൽ നിന്ന് ഹഠയോഗം തുടങ്ങിയ വിദ്യകൾ ഗുരു അഭ്യസിക്കുകയും ചെയ്തു. 1885 പിതാവായ മാടനാശാൻ മരിച്ചതിനു ശേഷം ഗ്രാമങ്ങളിൽ അദ്ദേഹം നിത്യസഞ്ചാരം തുടങ്ങി. കടൽ തീരത്തും മലകളിലും പോയിരുന്നു ധ്യാനം നടത്തുകയും ദേശാടനം പതിവാക്കുകയും ചെയ്തു.
ഈ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ മരുത്വാമലയിൽ ഒരു ആശ്രമം കെട്ടി അവിടെ ധ്യാനത്തിൽ മുഴുകി. യാത്ര തുടർന്ന് ഗുരുദേവൻ ഒരിക്കൽ അരുവിക്കരയിലെത്തി. ഗുരുദേവന്റെ സാന്നിധ്യം അറിഞ്ഞു നിരവധി പേർ അദ്ദേഹത്തെ കാണാനായി വന്നു. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം ഇല്ലാതിരുന്ന ആ കാലഘട്ടത്ത് അവിടെ ഒരു ക്ഷേത്രം വേണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യം ഗുരുദേവൻ മനസ്സിലാക്കി. അങ്ങനെ 1888 മാർച്ച് മാസത്തിലെ ശിവരാത്രി നാളിൽ ഗുരു നെയ്യാറിന്റെ തീരത്ത് അരുവിപ്പുറത്ത് ആദ്യമായി ഒരു ശിവപ്രതിഷ്ഠ നടത്തി. നെയ്യാറിൽ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത വലിയ കല്ലാണ് അദ്ദേഹം ശിവപ്രതിഷ്ഠയ്ക്കായി ഉപയോഗിച്ചത്. സവർണ മേധാവിത്വത്തോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു ഗുരുദേവൻ ഇതിലൂടെ നടത്തിയത്. ഈ പ്രതിഷ്ഠയെ എതിർക്കാൻ വന്ന സവർണനോട് ഗുരുദേവൻ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറയുകയും ചെയ്തു. ബ്രാഹ്മണനല്ലാതെ ഒരാൾ ദൈവപ്രതിഷ്ഠ നടത്തുന്നത് ആദ്യമായിട്ടായിരുന്നു. ശില്പിയോ പൂജാരിയോ ആവശ്യമില്ലെന്നും ആർക്കും പ്രതിഷ്ഠ നടത്താം, ആരാധിക്കാമെന്ന് ഗുരുദേവൻ ഇതിലൂടെ പ്രഖ്യാപിച്ചു. 1904 ഗുരുദേവൻ ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു. ദേശാടനം ഉപേക്ഷിച്ച് ശിവഗിരിയിൽ ആശ്രമം സ്ഥാപിച്ചു. ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി. സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെ അഭിഷേകവും നിവേദ്യവും പതിവില്ല. കേരളത്തിനകത്തും പുറത്തുമായി ഏകദേശം 45ഓളം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തി. 1912 ശിവഗിരിയിൽ വിദ്യാദേവതയായ സരസ്വതി ദേവിക്ക് ഒരു ശാരദ ക്ഷേത്രവും നിർമ്മിച്ചു. കൂടാതെ വർക്കലയിൽ ഒരു സംസ്കൃത വിദ്യാലയവും. 1913 ആലുവയിൽ അദ്വൈത ആശ്രമം എന്ന പേരിൽ ഗുരുദേവൻ ഒരു ആശ്രമം സ്ഥാപിച്ചു. ഓം സാഹോദര്യം സർവത്ര എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു ആശ്രമം. ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണെന്ന് മനുഷ്യരെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. 1918, 1923 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചു. ഗുരുദേവന് അനേകം അനുയായികളും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവരിൽ ശ്രദ്ധേയനായ ആളായിരുന്നു നടരാജഗുരു. ഇദ്ദേഹമാണ് 1923 ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹത്തോടെ നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. സാമൂഹിക പരിഷ്കാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഡോക്ടർ പൽപുവിന്റെ പ്രേരണയാൽ അദ്ദേഹം 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യം. 1916 ജാതിയില്ലാ വിളംബരത്തിലൂടെ താൻ ഒരു ജാതിയുടെയും മതത്തിന്റെയും വാക്താവായ ആളല്ലെന്ന് ഗുരുദേവൻ പ്രഖ്യാപിച്ചു. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരു സമാധിയായി. ഗുരുവിനപ്പോൾ പ്രായം 72 വയസ്സായിരുന്നു. ഭൗതിക ശരീരം ശിവഗിരി മടവളപ്പിൽ സമാധിയിരുത്തി. ഇന്നവിടെ ഗുരുദേവന്റെ പ്രതിമയോടുകൂടിയ മണ്ഡപമുണ്ട്. നിരവധി ആളുകൾ ഇവിടെ നിത്യവും ദർശനത്തിനെത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.